കൊച്ചി കോർപ്പറേഷനിൽ കുട്ടവഞ്ചി പ്രതിഷേധവുമായി പ്രതിപക്ഷം. പുതുതായി നിർമ്മിക്കുന്ന കോർപ്പറേഷൻ കാര്യാലയത്തിൽ ഉപ്പുവെള്ളം കയറുന്നത് പതിവായതോടെയാണ് പ്രതിഷേധം. മേയറോട് ഉൾപ്പെടെ വിഷയം സൂചിപ്പിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ തുഴഞ്ഞു പോകുന്നത് കടലിലേക്കോ കായലിലേക്കോ അല്ല. നിർമ്മാണം നടക്കുന്ന കോർപ്പറേഷന്റെ പുത്തൻ കെട്ടിടത്തിൽ ഇത്രയും വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ വേറെ എങ്ങോട്ട് തുഴയാനാണ്? മറൈൻ ഡ്രൈവിൽ 2009 മുതൽ നിർമ്മാണത്തിലിരിക്കുന്ന കോർപ്പറേഷൻ കാര്യാലയത്തിന്റെ കെട്ടിടമാണ്. ഇടയ്ക്കിടെ തൊട്ടടുത്തുള്ള കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറും. കെട്ടിടത്തിന്റെ താഴെ നിലയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെള്ളം നിറയും. അത് പമ്പ് വെച്ച് വറ്റിക്കും. എന്നാൽ ഇത്തവണ സീനൊന്നു മാറി. ഇപ്പോൾ അരയാൾ പൊക്കത്തിൽ വെള്ളമുണ്ട്. ഇവിടെ ഉപ്പുവെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന കുറേ ദിവസങ്ങളായി, മാസങ്ങളോളമായി ഉപ്പുവെള്ളം കയറി ഇതിൻ്റെ അകത്ത് ഫില്ലായി കിടക്കുന്നത്. ഇവിടെ നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും മേയറുടെ അടുത്തും ശ്രദ്ധപ്പെടുത്തിയിട്ട് നാളെ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെ കോർപ്പറേഷൻ ആദ്യം ചെയ്യുന്നത് ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ആദ്യം അതിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറും എല്ലാം നല്ല രീതിയിൽ പണിത് അവസാനമാണ് ടൈൽ വർക്ക് ചെയ്യുന്നതും AC പിടിപ്പിക്കുന്നതും. ഇവിടെ പണി തീരാത്ത ബിൽഡിങ്ങിൽ AC പിടിപ്പിക്കുന്നു, ടൈൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു ലാഘവത്തോടെ ഉള്ളൊരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉപ്പുവെള്ളം കയറിക്കഴിഞ്ഞാൽ ഈ പില്ലർ അടക്കം ദ്രവിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് വന്നെത്തിച്ചത്. അടിയന്തരമായിട്ട് സർക്കാർ ഇതിൽ ഇടപെട്ട് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങളുടെ ആവശ്യം. താഴത്തെ നിലയിലെ ചുവരിലുണ്ടായ വിള്ളലുകളാണ് കായൽ വെള്ളം അകത്തേക്ക് കയറാൻ കാരണമായതെന്നാണ് അധികൃതരുടെ വാദം. തുടർച്ചയായി ഉപ്പുവെള്ളം കയറുന്നതോടെ തൂണുകൾക്കടക്കം ബലക്ഷയമുണ്ടാകും. 20 കോടിയോളം വകയിരുത്തിയ കെട്ടിടത്തിന് ഇതിനോടകം 40 കോടിയോളം ചിലവാക്കിയിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ നിർമ്മാണം ഇനിയും അനന്തമായി നീളും. ന്യൂസ് മലയാളം, കൊച്ചി.